ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാൻ പോയ വണ്ടി മേടിച്ചു. അപ്പൊ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എവിടെ പോകണം. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് റീൽസിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അവിടെ ഏകദേശം ഒരു അരമണിക്കൂർ കാണും. തിരുവല്ല കഴിഞ്ഞിട്ട് വേങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഫ്രണ്ട് സീറ്റ്സിൽ ഇരിക്കുന്നത് എന്റെ അനിയന്മാരാണ്. സോ അവര് നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെയും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിരികേറ്റിയാണ് നമുക്ക് അവിടെ പോവാം എന്ന പ്ലാൻ ഇട്ടത്. ഞങ്ങൾ പിള്ളേർ മാത്രമല്ല കേട്ടോ, കൂടെ ഞങ്ങളുടെ അമ്മയും ചിറ്റയും ഉണ്ട്. സത്യമായിട്ടും പറയാണ്, നമ്മുടെ ചെങ്ങന്നൂർ തിരുവല്ല ഭാഗം സൈഡിൽ ആർക്കും അറിയത്തില്ലെങ്കിൽ എന്തായാലും പോണം. അടിപൊളി ഒരു സ്ഥലമാണ്. എനിക്ക് വഴി പറയാൻ അറിഞ്ഞു തരാത്തത് കൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് എന്തായാലും പോരാനായിട്ട് പറ്റും. മുണ്ടകപ്പാടത്തെ മുട്ടുമ്പ വീഴവും ആ പറയുന്ന മുണ്ടകപ്പാടമാണ് ഈ കാണുന്ന മുണ്ടകം. നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് തിരുവല്ലന്ന് കുറച്ചുള്ളൂ. അപ്പൊ ഈയിടെ ആയിട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട് തിരുവല്ല ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ ഞാൻ അത് കണ്ടായിരുന്നു. അത് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ അത് അവരുടെ ഒപ്പീനിയൻ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെങ്ങന്നൂര് താമസിക്കുന്ന ഞാൻ തിരുവല്ലയിലാണ് ഫുഡ് സ്പോട്ട് തപ്പിപ്പിടിച്ച് വരുന്നത്. കാരണം തിരുവല്ലയിൽ കുറച്ചും കൂടെ ചെങ്ങന്നൂരിനെ അപേക്ഷിച്ച് തിരുവല്ല കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. സത്യം പറഞ്ഞാൽ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല വൃത്തിയോടുകൂടിയും നല്ല രുചിയോടുകൂടിയും ഭക്ഷണം കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകൾ തിരുവല്ലയിലുണ്ട്. അപ്പൊ അങ്ങനെ ഹോട്ടൽ നടത്തുന്നവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും. അങ്ങനെ ഹോട്ടൽ നടത്തുന്ന നല്ല ഹോട്ടലുകളുണ്ട് ശരിക്കും. അപ്പോ പിന്നെ ആ കുട്ടിയുടെ അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പിന്നെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നതാ. നമ്മളവിടെ അപ്പൂപ്പനെ പരിചയപ്പെട്ടു. അപ്പൂപ്പനെയാണ് 2 പട്ടിക്കുട്ടികളും. ഞാൻ കഴിച്ചതിന്റെ പഴംപൊരിയുടെ പകുതി അവർക്ക് കൊടുത്തു. പിന്നെ ഇത് കാണുമ്പോൾ അതിശയില്ലേ, മണ്ണെണ്ണ വിളക്ക് പണ്ടത്തെ പിന്നെ എന്താണ് ബീഡിപ്പെട്ടിയോ അങ്ങനെ എന്തോ പറയുന്നത്. പേടിക്കണ്ട, ഈ കാണുന്ന എന്റെ അനിയനാണ്. ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്നതാണ് അവന്റെ